So the two effects over inductive effect and electromeric effect. Next we want to study mesomeric effect. Mesomeric effect or M effect എന്ന് പറയും. This means that presence of certain groups. നമുക്ക് നമ്മളുടെ മോളിക്യൂളിൽ ചില ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ NO2 നൈട്രോ ഗ്രൂപ്പ്, OH ഗ്രൂപ്പ്, അങ്ങനെയുള്ള ഈ ഗ്രൂപ്പ്സ് വരുമ്പോൾ there occurs generation of positive and negative charges in the molecule. മോളിക്യൂളിൽ ഒരു പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ചാർജ് ഡെവലപ്പ് ചെയ്യും. എങ്ങനെ? ഡ്യൂ ടു ദി delocalization of pi electrons or non-bonded electrons. Non-bonded electrons പറഞ്ഞാൽ നമ്മൾ ഓക്സിജൻ എഴുതുമ്പോൾ എപ്പോഴും ഇങ്ങനെ എഴുതും അല്ലേ? ഓക്സിജനിൽ 2 ലോൺ പെയേഴ്സ് ഇല്ല. അങ്ങനെ ഈ ലോൺ പെയേഴ്സിന് ഇങ്ങനെ പോകാൻ പറ്റും. അതുപോലെ പൈ ഇലക്ട്രോൺസിനും ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിനെ നമ്മൾ ഡീലോക്കലൈസേഷൻ എന്ന് പറയുക. ഒരു സ്ഥലത്തു നിന്ന് മാറി പോകുന്നതിനെയാണ് ഡീലോക്കലൈസേഷൻ. അങ്ങനെ അവർ മാറി പോകുമ്പോൾ എന്ത് സംഭവിക്കും? ദർ ഒക്കേഴ്സ് ജനറേഷൻ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്, അല്ലെങ്കിൽ അതിനെ മീസോമെറിസം എന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് എഫക്റ്റ് ഈസ് ടേംഡ് ആസ് മീസോമെറിക് എഫക്റ്റ്. That is, the presence of certain groups introduces resonance or mesomerism in molecules. Presence of certain groups produces resonance or mesomerism in compounds. എങ്ങനെയുണ്ടായിരിക്കുക? By causing generation of positive and negative charges. എങ്ങനെയാണ് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവുന്നത്? Through the delocalization of pi electrons or non-bonded electrons. So that displacement, that is ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് ആണ് അല്ലേ? The displacement caused by the resonance or mesomerism is termed as mesomeric effect. അത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറയാം? The delocalization or electron displacement caused by phenomenon of resonance or mesomerism is termed as mesomeric effect. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. എന്താ പറഞ്ഞത്? The presence of certain groups in a molecule causes generation of positive and negative charges through delocalization of pi electrons or non-bonded electrons. So such displacement due to resonance or mesomerism is termed as mesomeric effect. മീസോമറിക് എഫക്റ്റിനെ നമ്മൾ റെസണൻസ് എഫക്റ്റ് എന്നുകൂടി പറയാറുണ്ട് കേട്ടോ. എഫക്റ്റ് റെസണൻസ് എഫക്റ്റ് എന്നുകൂടി പറയാറുണ്ട്. സോ എന്താ മീസോമറിക് എഫക്റ്റ്? പ്രസൻസ് ഓഫ് സർട്ടൻ ഗ്രൂപ്പ്സ് ക്രിയേറ്റ്സ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് ഇൻ എ മോളിക്യൂൾ ത്രൂ ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ്. ഡീലോക്കലൈസേഷൻ വഴി പ്ലസും മൈനസും ചാർജ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. ആ പ്രോസസ്സാണ് റെസണൻസ് എന്ന് പറയുന്നത്. ആ എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീസോമറിക് എഫക്റ്റ് എന്ന് പറയുന്നത്. And next we want to study types of mesomeric effect. Mesomeric effect based on the group. എങ്ങനത്തെ ഗ്രൂപ്പാണ് എന്നനുസരിച്ച് 2 തരത്തിലുണ്ട്. -R or -M effect. -R or -M effect and +R and +M effect. So first we can check what is -R effect or -M effect. Groups like CO, certain groups like CO group, then NO2 nitro group, C triple bond cyano group, COOH group, SO3H group, ഇവയെല്ലാം ഏതൊക്കെയാണ്? CO, അതായത് കാർബണുമായിട്ട് മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ള സിസ്റ്റംസ്. CO ദെൻ NO2 എന്ന് പറയുമ്പോൾ N ഡബിൾ ബോണ്ട് O, ഇങ്ങനെ മൾട്ടിപ്പിൾ ബോണ്ട്സ് ഉള്ള ഗ്രൂപ്പുകളാണ് കേട്ടോ. CO, NO2, CN, COOH, SO3H. ഈ ഗ്രൂപ്പുകൾ when these groups are attached to a multiple bonded carbon, ഈ ഗ്രൂപ്പുകൾ മൾട്ടിപ്പിൾ ബോണ്ടഡ് കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇതെല്ലാം വേറൊരു കാർബണുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ? ആ കാർബൺ മൾട്ടിപ്പിൾ ബോണ്ടഡ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നോക്കൂ, CHO എന്നുള്ള ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ മൾട്ടിപ്പിൾ ബോണ്ടഡ് ആണ് അല്ലേ? സോ വെൻ ദീസ് ഗ്രൂപ്പ്സ് ആർ അറ്റാച്ച്ഡ് ടു മൾട്ടിപ്പിൾ ബോണ്ടഡ് കാർബൺ, ദീസ് വിൽ വിഡ്രോ ദ പൈ ഇലക്ട്രോൺസ്. ഈ പൈ ഇലക്ട്രോൺസിനെ ഇവരിങ്ങോട്ടേക്ക് വിഡ്രോ ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? -R or -M effect.
ഒന്നുകൂടി പറയാം. ദ ഗ്രൂപ്പ്സ് ലൈക്ക് CO, NO2, CN, COOH etc. when they attached to a multiple bonded carbon, these group will withdraw the pi electrons. pi electrons ഇങ്ങോട്ട് വലിക്കും. And that is termed as -R or -M effect. അപ്പോൾ നോക്കൂ, ഈ ഗ്രൂപ്പ് CO എന്നുള്ള ഗ്രൂപ്പ്, അത് CHO എന്ന് പറഞ്ഞാൽ CO ആണ് അല്ലേ. ഇറ്റ് ഈസ് അറ്റാച്ച് ടു എ മൾട്ടിപ്പിൾ ബോണ്ടഡ് കാർബൺ. ഇങ്ങനെ കാർബൺ അറ്റാച്ച് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത്? ദിസ് വിൽ ക്രിയേറ്റ് പ്ലസ് ആൻഡ് മൈനസ്. എങ്ങനെയാണ്? ഇവിടെ ഉള്ള പൈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ടിലേക്ക്. അപ്പോൾ ഈ പൈ ഇലക്ട്രോൺസ് എപ്പോഴും നമുക്കറിയാം ഓക്സിജനിലേക്കാണ് അല്ലേ മോർ ഇലക്ട്രോൺ. അപ്പോൾ നോക്കൂ, ഇലക്ട്രോൺ ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഈ കാർബണിന് എന്ത് വരും? ഒരു പോസിറ്റീവ് ചാർജ് വരും. ദെൻ ഇത് നേരെ ഇങ്ങോട്ടേക്ക് വന്നു പറഞ്ഞാൽ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇവിടെയുള്ള ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി പറഞ്ഞാൽ O-. പക്ഷേ ഇവിടെ കാർബണിന് പോസിറ്റീവ് ചാർജ് വരും, കാരണം ഇവിടെ ഒരു ബോണ്ട് ഡെവലപ്പ് ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് ഇവിടെയായി, ഇതിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെയായി. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ചാർജൊന്നും വരുന്നില്ല, പകരം ഇതിനൊരു പ്ലസ് ചാർജ് വന്നു, ഓക്സിജൻ ഒരു മൈനസ് ചാർജും വന്നു. എന്നാൽ നോക്കൂ, നേരെ തിരിച്ചാവാം. ഈ O- ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഡബിൾ ബോണ്ട് വരും. ഈ ബോണ്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? അപ്പോൾ നമ്മളിതിനെ ആരോ നോക്കൂ, ഡബിൾ ഹെഡഡ് ആരോ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇങ്ങോട്ടേക്ക് പോകുന്നു, ഇങ്ങോട്ട് അങ്ങനെ ചാടിക്കളിക്കുക. അതിനാണ് നമ്മൾ ഡീലോക്കലൈസ് ചെയ്യുക എന്ന് പറയും. ഇലക്ട്രോൺസ് ആർ ഡീലോക്കലൈസ്. കുറേ നേരം അങ്ങോട്ടേക്ക് പോകും, അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഇതിലേതാ സ്റ്റേബിളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ നിൽക്കുകയാണ് എക്സിസ്റ്റ് ചെയ്യുക, കുറച്ച് സമയം അത് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. ചിലത് സ്റ്റേബിളായിരിക്കും, ചിലത് സ്റ്റേബിൾ അല്ല. അപ്പോൾ സ്റ്റേബിൾ ഏതാ വെച്ചാൽ അതിലാണ് കൂടുതൽ നേരം എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കളിക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? മീസോമെറിക് എഫക്റ്റ്. എന്തുകൊണ്ടാണ് ഇതിനെ -R എന്ന് പറയുന്നത്? ഈ ഗ്രൂപ്പുകളുടെ പ്രത്യേകത ഇത് ഇവിടുന്ന് വലിക്കുക ചെയ്യുന്നത് അല്ലേ പൈ ഇലക്ട്രോൺസിന്. ദേ ആർ വിഡ്രോയിങ് ദ പൈ ഇലക്ട്രോൺസ് ടുവാർഡ്സ് ദം. നമ്മൾ -I പഠിച്ചില്ലേ മക്കളെ? അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്നതാണ് -I. അതേ എഫക്റ്റ് തന്നെ. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്? കംപ്ലീറ്റ് ട്രാൻസ്ഫറാണ് നടക്കുന്നത്. അങ്ങനെ പ്ലസും മൈനസും ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുക? മീസോമെറിക് എഫക്റ്റ്. അപ്പം നമുക്ക് ഡെഫിനിഷൻ ഒന്നുകൂടിയും പറയാം. ദ പ്രസൻസ് ഓഫ് സർട്ടൻ ഗ്രൂപ്പ്സ് വിൽ ക്രിയേറ്റ് പ്ലസ് ആൻഡ് മൈനസ് ചാർജ് ത്രൂ ഡീലോക്കലൈസേഷൻ ആൻഡ് ദാറ്റ് ഈസ് ടേംഡ് ആസ് മീസോമെറിക് എഫക്റ്റ്. എന്താണ് -R -M എന്ന് പറയുന്നത്? CO, NO2, CN groups, when they attach to a multiple bonded carbon, these groups will withdraw pi electrons towards themselves. അവർക്ക് നേരെ വലിക്കും. And that is termed as the -R or -M effect. ഇവിടെ നോക്കൂ, C ട്രിപ്പിൾ ബോണ്ട് N ആണ് അല്ലേ. അപ്പോഴും ഇവിടെ നൈട്രജൻ ഇങ്ങോട്ടേക്ക് വലിക്കും, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇതിങ്ങനെ വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? CH2, ഇവിടെ സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, C ഇത് ഡബിൾ ബോണ്ട് ആവും, N- വരും, ഇവിടെ പ്ലസ് വരും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് നടക്കും. സോ ദാറ്റ് ഈസ് -R or -M effect. നെക്സ്റ്റ് വി വാണ്ട് ടു സ്റ്റഡി +R or +M effect. സോ ഹിയർ നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലാണ് ഇത് വരുന്നത് അല്ലേ. പക്ഷേ ഇത് മോളിക്യൂളിന് സ്വയം ഉണ്ടാവുന്നത് തന്നെയാണ്. ഇറ്റ് ഈസ് ഓൾസോ എ പെർമനൻറ്റ് എഫക്റ്റ്. ഇതൊരു പെർമനൻറ്റ് എഫക്റ്റാണ്. പുറമേ നിന്നുള്ള ആരും വന്നിട്ടില്ല. നോക്കി, ഇതൊരു മോളിക്യൂൾ മൊത്തമല്ലേ, മോളിക്യൂൾ സ്വയം റീഅറേഞ്ച് ചെയ്യാണ്. സോ ഇവിടെ ഇങ്ങനത്തെ ഗ്രൂപ്പ് വരുമ്പോഴാണ് അല്ലേ. ഹിയർ ദ പ്രസൻസ് ഓഫ് സർട്ടൻ ഗ്രൂപ്പ്സ് ലൈക്ക് OH, OR, SR, NH2, NHR, NR2 etc. ക്ലോറിൻ, ദെൻ ഹാലജൻസ്, എക്സ് എന്ന് എഴുതാം ടീച്ചർ. എക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോൺ. ദ പ്രസൻസ് ഓഫ് ദീസ് ഗ്രൂപ്പ്സ്, ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താ കുട്ടികളെ? ഇവിടെ നോക്കൂ, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ലോൺ പെയേഴ്സ് ഉണ്ട് അല്ലേ. ഇവിടെ ഓക്സിജൻ ആണെങ്കിൽ ലോൺ പെയേഴ്സ് ഉണ്ട്, സൾഫറിന് ലോൺ പെയേഴ്സ് ഉണ്ട്, നൈട്രജന് ലോൺ പെയർ ഉണ്ട്, ക്ലോറിൻ എന്ന് പറയുമ്പോൾ 3 ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഗ്രൂപ്പ് വരികയാണ്. ഇവരുടെ പ്രത്യേകത ദേ കണ്ടെയ്ൻ ലോൺ പെയേഴ്സ്, നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ്, അതിനെയാണ് ലോൺ പെയേഴ്സ്. The presence of certain groups like OH, OR, SR, NH2, NHR, NR2 or halogens containing non-bonded electrons. When they attach to a multiple bonded carbon, multiple bonded ആയിട്ടുള്ള ഒരു കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ they will release electron. ഇവരെന്താ ചെയ്യുക വെച്ചാൽ ഇലക്ട്രോണിനെ കൊടുക്കുക ചെയ്യുന്നത്. they will release electrons to the multiple bonds. that means here the electron displacement is away from them. ഇവിടെ നോക്കൂ, ഇത് ഇങ്ങോട്ടേക്കാണ് അല്ലേ.
ഇത് അവർക്ക് ടുവേർഡ്സ് ആയിരുന്നു, അവരെ അട്രാക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇത് ഈ ഗ്രൂപ്പ് എല്ലാം ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കുക ചെയ്യുന്നത്. The electron displacement is away from them. Such effect is termed as plus R or plus M effect. ഒന്നുകൂടി പറഞ്ഞുതരാം. The presence of groups like OH, OR, SR, NH2, that means they contain non-bonded lone pairs of electrons. When they attach to a multiple bonded carbon, they will release electrons towards the multiple bonds and the pi electron displacement takes away from them. Such effect is termed as plus R or plus M effect. നോക്കൂ, ഇവിടെ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു മൾട്ടിപ്പിൾ ബോണ്ടഡ് കാർബൺ. ഈ ലോൺ പെയേഴ്സ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നോക്കൂ, ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, ഈ ലോൺ പെയേഴ്സ് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവിടെ CH2-. ഇതിന് ചാർജ് വരില്ല, കാരണം ഇവിടുന്ന് പോയപ്പോൾ ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു അല്ലേ. അതുപോലെ ഇവിടെ നോക്കൂ, OCH3 ഓക്സിജനിൽ ഇവിടെ ലോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് മൈനസായി. ഇവിടെ ഓക്സിജന് എന്ത് സംഭവിച്ചു? ഈ ലോൺ പെയേഴ്സ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് കാരണം ഓക്സിജൻ ഒരു പ്ലസ് ചാർജ്. കാരണം നമുക്ക് നോക്കും 3 ബോണ്ട് ഉണ്ടെങ്കിൽ എപ്പോഴും ഓക്സിജന് പോസിറ്റീവ് ചാർജ്. സോ ഇവിടെ എന്താണ് ഓക്സിജനിൽ, ഇതാണ് ഗ്രൂപ്പ് OCH, അതായത് OR എന്നുള്ള ഗ്രൂപ്പ് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കും, ഈ പൈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ CH2 - CH. ഓക്സിജന് നോക്കും, ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഈ ലോൺ പെയറിനെ നഷ്ടമായി, കാരണം അത് ഒരു കാർബണിനാണ് ഇവിടെ കൊടുക്കേണ്ടി വന്നു അല്ലേ. അപ്പോൾ പ്ലസ് ചാർജ് വന്നു, CH3 വന്നു. സോ ഇതിനെയാണ് നമ്മൾ പ്ലസ് R or plus M. സോ ദ ഗ്രൂപ്പ്സ് ലൈക്ക് OH, OR, SR, etc. having at least one non-bonded electron, when they attach to a multiple bonded carbon, they will release the non-bonded electrons to the system and the electron displacement is away from them. ഇവിടുന്ന് away ആണെങ്കിൽ അതിനെ നമ്മൾ പ്ലസ് R or പ്ലസ് M എഫക്റ്റ് എന്ന് പറയും. ഇവിടെയോ the groups like CO, NO2, ഇവരുടെ പ്രത്യേകത എന്താണ്? മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടായിരിക്കും. ഈ ഗ്രൂപ്പുകളിലെല്ലാം മൾട്ടിപ്പിൾ ഗ്രൂപ്പ് ഉണ്ട്. when they attach to a multiple bonded carbon, they will withdraw the pi electrons towards them. അവരിലേക്ക് വലിക്കും. അതാണ് -R or മൈനസ്. ഇത്രയും അറിഞ്ഞിരിക്കണം. ഈ ഗ്രൂപ്പ് എല്ലാമാണ് -R അല്ലെങ്കിൽ -M കാണിക്കുന്നവർ, ഇവരാണ് +R. മനസ്സിലാക്കാൻ എളുപ്പമാണ്. മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ളവർക്കെല്ലാം -R ആയിരിക്കും, നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉള്ളവരെല്ലാം +R ആയിരിക്കും. അപ്പോൾ എന്താ മീസോമെറിക് എഫക്റ്റ് മനസ്സിലായോ? ഒരു പെർമനൻ്റ് എഫക്റ്റാണ്. ചില ഗ്രൂപ്പ് കാരണം എന്ത് ചെയ്യുന്നു? മോളിക്യൂളിൽ പ്ലസ് മൈനസ് എന്നുള്ള ചാർജ് ഡെവലപ്പ് ചെയ്യുകയാണ്. എങ്ങനെ? ത്രൂ ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസിൻ്റെ ഡീലോക്കലൈസേഷൻ ഓർ നോൺ ബോണ്ടഡ്, ഈ രണ്ടും കൂടി ആവാം അല്ലേ. പൈ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്യാം. നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് അങ്ങനെ ഈ ഒരു എഫക്റ്റിനെ പറയുന്ന പേരാണ് മീസോമെറിക് എഫക്റ്റ്. 2 തരത്തിലുണ്ട്. -R or -M എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരം ഗ്രൂപ്പിന് എന്താ ചെയ്യുക? മൾട്ടിപ്പിൾ ബോണ്ടഡ് സിസ്റ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യും. +R എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗ്രൂപ്പുകളെല്ലാം ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും, സിസ്റ്റത്തിലേക്ക് കൊടുക്കുക ചെയ്യുന്നത്. അതാണ് +R or +M എഫക്റ്റ്. Now മീസോമെറിക് എഫക്റ്റ് എന്താ നമ്മൾ മനസ്സിലാക്കി അല്ലേ. മീസോമെറിക് എഫക്റ്റ് ആൻഡ് റിലേറ്റീവ് റിയാക്ടിവിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ നമ്മൾ റെസൊണൻസ് പഠിക്കുമ്പോൾ ആദ്യം പഠിച്ച കോമ്പൗണ്ട് ബെൻസീൻ ആയിരുന്നു അല്ലേ. ഇതാണ് ബെൻസീനിലെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ നമുക്കറിയാം ബെൻസീൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റും ഇങ്ങനെ. ഇതാണ് നമ്മൾ ആദ്യം റെസൊണൻസ് പഠിച്ചത് അല്ലേ, ബെൻസീൻ. ഇനി ബെൻസീനിൽ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുക വിചാരിക്കൂ. എന്താ ബെൻസീൻ? നമുക്ക് ബെൻസീനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? അതിലേക്ക് ഒരു ഇലക്ട്രോഫൈൽ ആഡ് ചെയ്യുകയാണ്. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ E+ അല്ലേ. എന്തുകൊണ്ടാണ് ഇലക്ട്രോഫൈൽ ബെൻസീൻ്റെ അടുത്തേക്ക് വന്നത്? കാരണം ബെൻസീനിൽ നോക്കൂ, ഇത് പൈ ഇലക്ട്രോൺ. ബെൻസീൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനാർ കോമ്പൗണ്ടാണ്. അതിൻ്റെ മുകളിൽ കുറേ പൈ ഇലക്ട്രോൺസ്, താഴെയും കുറേ പൈ ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോഫൈൽ ഇവിടുന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഇവിടെ കുറേ പൈ ഇലക്ട്രോൺസ്, താഴെയും കുറേ പൈ ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ അടുത്തേക്ക് ഇലക്ട്രോഫൈലിന് പോകാൻ ഇഷ്ടമുണ്ടായിരിക്കും. സോ ബെൻസീൻ യൂഷ്വലി അണ്ടർഗോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതെന്താണ്? CH ഉണ്ട് അല്ലേ. ബെൻസീനിൽ നമ്മൾ C6H6 ആണ്. ഇവിടെ H ഉണ്ട്, പക്ഷേ നമ്മളത് വരയ്ക്കാറില്ല. അപ്പോൾ ഒരു ഇലക്ട്രോഫൈലിന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഈ ഇലക്ട്രോഫൈൽ ഇവിടെ വരും, H-നോട് H+ ആയി പോകാൻ പറയും, എന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കൂ,
ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇ എന്നുള്ള ഗ്രൂപ്പ് അവിടെ അറ്റാച്ച് ചെയ്തു. അങ്ങനെ അറ്റാച്ച് ചെയ്താൽ അവിടുന്ന് H+ ആയി പോകണം. അപ്പോൾ നോക്കി ഇവിടെയും പ്ലസ് ചാർജ്, ഇവിടെയും പ്ലസ് ചാർജ്. ഇതാണ് ബെൻസീൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. മനസ്സിലായോ? ഒരു ഇലക്ട്രോഫൈൽ ബെൻസീനിൽ വരും. ബെൻസീനിൽ കുറേ പൈലക്ട്രോൺസ് ഉണ്ട് അല്ലേ, 6 പൈലക്ട്രോൺസ് ഉണ്ട്, 2 4 6. അപ്പോൾ ഇലക്ട്രോഫൈൽ ഇവിടെ ആഡ് ചെയ്യും. അപ്പോൾ H+. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരാൾക്ക് പകരം മറ്റാൾ, ഈ ഹൈഡ്രജന് പകരം അവിടെ വന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ സബ്സ്റ്റിറ്റ്യൂൻ്റ് ഉണ്ട് വിചാരിക്കൂ. ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് എനി സബ്സ്റ്റിറ്റ്യൂൻ്റ്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഇവിടെ വരുമ്പോൾ അത് ഈ റിയാക്ടിവിറ്റിയെ എങ്ങനെ ബാധിക്കുന്നു, എന്താണ് എഫക്റ്റ് എന്നാണ് നമ്മൾ നോക്കുക. എഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂൻ്റ് ഓൺ ദി റിയാക്ടിവിറ്റി ഓഫ് ബെൻസീൻ ടുവാർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂൻസ് ബേസ്ഡ് ഓൺ ദി മീസോമർ. അപ്പോൾ നമുക്കറിയാം 2 ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പ്സ് ഷോയിങ് -R ആൻഡ് -M എഫക്റ്റ്. അവരാരൊക്കെയാണ്? നൈട്രോ ഗ്രൂപ്പ്, സയനോ ഗ്രൂപ്പ്, CHO, COOH. ഇവരുടെ പ്രത്യേകത എന്താണ്? ദേ കണ്ടെയ്ൻ മൾട്ടിപ്പിൾ ബോണ്ട്സ്. നോക്കൂ, മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട് നൈട്രോ ഗ്രൂപ്പിന്. ഈ ഗ്രൂപ്പാണ് ബെൻസീനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നോക്കൂ, അപ്പോൾ ഇതാരാണ്? നൈട്രോ ബെൻസീനാണ്. അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. നൈട്രോ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് കേട്ടോ. N+O, ദെൻ ഇങ്ങനെയാണ് ബോണ്ട് ഇടുന്നത്. ഡേറ്റീവ് ബോണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ, അതിൽ ഇവിടെ N+ ചാർജും ഇത് മൈനസ് ചാർജും ഇങ്ങനെയാണ് നിൽക്കുന്നത് ശരിക്കും. ഓക്കെ, ഇതാണ് നൈട്രോ കോമ്പൗണ്ട്. ഓക്കെ, നൈട്രോ എന്നുള്ള ഗ്രൂപ്പ് ഇങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇഫ് ദ ബെൻസീൻ കണ്ടെയ്നിങ് നൈട്രോ ഗ്രൂപ്പ്, അപ്പോൾ നൈട്രോ ഗ്രൂപ്പ് എന്താ ചെയ്യുക? ഇഫ് ഇറ്റ് ഈസ് ബോണ്ടഡ് ടു എ മൾട്ടിപ്പിൾ ബോണ്ടഡ് കാർബൺ, ഇവരെന്ത് ചെയ്യും? പൈലക്ട്രോൺസിനെ അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യില്ല, ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യും. അപ്പോൾ നോക്കൂ, ഈ പൈലക്ട്രോൺസ് നേരെ ഇവിടെ വരും. അപ്പോൾ അവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായി. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യും. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നു. അപ്പോൾ ഈ പൈലക്ട്രോൺസ് ഇങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് പൈലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. ദെൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വരും, നേരത്തെ ആദ്യത്തെ സ്ട്രക്ചറിലേക്ക് തന്നെ എത്തും. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുക. എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുക ചെയ്യുന്നത്. അതിൽ നമ്മൾ -R എന്ന് പറയുന്നത് ഇഫ് ദി ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ടുവാർഡ്സ് ദി ഗ്രൂപ്പ്. ഈ മൾട്ടിപ്പിൾ ബോണ്ട് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? സിസ്റ്റത്തിൽ നിന്ന്, മൾട്ടിപ്പിൾ ബോണ്ട് സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങനെ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇനി പറയൂ, ബെൻസീനാണോ നൈട്രോ ബെൻസീനാണോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നന്നായി തരിക? നമ്മളടുത്തൊരു ഇലക്ട്രോഫൈൽ ഉണ്ട്, അത് ബെൻസീൻ്റെ അടുത്തേക്കാണോ പോവുക, നൈട്രോ ബെൻസീൻ്റെ അടുത്തേക്കാണോ പോവുക? ഒന്ന് പറയൂ. ഇവിടെ ഇലക്ട്രോഫൈൽ ആദ്യം ബെൻസീൻ്റെ അടുത്ത് പോയി. 6 പൈലക്ട്രോൺസ് അവിടെ കളിക്കുന്നു. 6 പൈലക്ട്രോൺസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. ഇവിടെയോ നൈട്രോ ബെൻസീൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നോക്കൂ, ഇവിടെ ഒരു പ്ലസ് ചാർജ് വരുന്നു, ഇവിടെ ഒരു പ്ലസ് ചാർജ് വരുന്നു, ഇവിടെ പ്ലസ് ചാർജ്. അങ്ങനെ 6 പൈലക്ട്രോൺസിനെ കാണാനില്ല. പകരം ഈ സിസ്റ്റത്തിലൊരു പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഇലക്ട്രോഫൈലിന് അങ്ങനെ പോസിറ്റീവ് സെൻറ്ററിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടാവുമോ? ഇല്ല, എപ്പോഴും നെഗറ്റീവ്. അപ്പോൾ നൈട്രോ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സയനോ ഗ്രൂപ്പ്, CHO, ഈ ഗ്രൂപ്പ് എല്ലാം വന്നു കഴിഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് സെൻറ്ററുകൾ ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെ പോസിറ്റീവ് സെൻറ്ററുകൾ കൊണ്ട് വന്നതുകൊണ്ട് തന്നെ ഇലക്ട്രോഫൈലിന് നൈട്രോ ബെൻസീനും നോക്കുമ്പോൾ ബെൻസീൻ്റെ അടുത്തേക്കാണ് പോകും. അപ്പോൾ എന്ത് പറയാം? ഈ ഗ്രൂപ്പ് ബെൻസീനെ ഡീആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഡീആക്ടിവേറ്റ് ദ ബെൻസീൻ. അപ്പോൾ നൈട്രോ ഗ്രൂപ്പ്, സയനോ ഗ്രൂപ്പ്, ആൾഡിഹൈഡ് ഗ്രൂപ്പ് എല്ലാം വരുമ്പോൾ എന്താ ചെയ്യുക? ബെൻസീനിൽ ഒരു പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോഫൈലിനെ അത് അത്ര പെട്ടെന്ന് ഇതിൽ റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ ആരാണ് കൂടുതൽ സ്ട്രോങ്? ബെൻസീൻ ഷോ ഹയർ ആക്ടിവിറ്റി ടുവാർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ദാൻ നൈട്രോ ബെൻസീൻ. നൈട്രോ ബെൻസീനേക്കാൾ റിയാക്റ്റീവ് ആരാണ്? ബെൻസീൻ. കാരണം നൈട്രോ ബെൻസീൻ്റെ അടുത്തേക്ക് ഇലക്ട്രോഫൈൽ ചെന്ന് നോക്കുമ്പോൾ നോക്കൂ, ഈ കാർബണിൽ പോസിറ്റീവ്, ഈ കാർബണിൽ പോസിറ്റീവ്, ഈ കാർബൺ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നു. അപ്പോൾ ഒരു പോസിറ്റീവിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരിക്കലും ഇലക്ട്രോഫൈലിന് ഇഷ്ടമുണ്ടാവില്ല. സോ നൈട്രോ ബെൻസീൻ ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ ബെൻസീൻ ടുവാർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ ഇത്തരം ഗ്രൂപ്പിനെ നമ്മൾ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണെന്നാണ് പറയുക. ഈ ബെൻസീൻ റിങ്ങിനെ ഡീആക്ടിവേറ്റ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. സോ ദീസ് ഗ്രൂപ്പ്സ് ആർ ടേംഡ് ആസ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ്.
ഇതിനെ നമ്മൾ റെസണൻസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. റെസണൻസ് സ്ട്രക്ചേഴ്സ് ഓഫ് നൈട്രോബെൻസീൻ്റെ റെസണൻസ് സ്ട്രക്ചേഴ്സാണ്. മോളിക്യൂൾ ഈ രൂപത്തിലാണ് നിൽക്കുക. കുറച്ച് സമയം ഇത് ഇങ്ങനെ നിൽക്കും, കുറച്ച് സമയം ഇങ്ങനെ നിൽക്കും, അങ്ങനെ ഒരു മൊത്തമായിട്ടാണ് മോളിക്യൂൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നൈട്രോ ഗ്രൂപ്പ് അല്ലെങ്കിൽ സൈനോ ഗ്രൂപ്പ് വന്നാലും ഇങ്ങനെ തന്നെയാണ് വരിക. സൈനോ ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബെൻസീൻ റിങ് C++ തന്നെ. അപ്പോൾ ഇങ്ങനെ വരയ്ക്കും, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ബോണ്ട് പോകും, അങ്ങനെ ഇത് തന്നെയാണ്. ഗ്രൂപ്പ് വ്യത്യാസം വന്നാലും ഇതേ സ്ട്രക്ചേഴ്സ് തന്നെ നമുക്ക് കിട്ടുക. സോ ദീസ് ഗ്രൂപ്പ്സ് വിൽ ഡീആക്ടിവേറ്റ് ബെൻസീൻ ടുവാർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ -R അല്ലെങ്കിൽ -M ഉള്ള ഗ്രൂപ്പുകളെല്ലാവരും ബെൻസീനെ ഡീആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. സോ ദേ ആർ ടേംഡ് ആസ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ്. Next, groups having +M effect. We know that groups like OH, OR, X like chlorine, bromine, iodine, etc. when they are attached to benzene. നമുക്ക് നോക്കാം, NH2 എന്നുള്ള ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇവരുടെ പ്രത്യേകത എന്താണ്? ദേ ഹാവ് ലോൺ പെയേഴ്സ്. അപ്പോൾ ലോൺ പെയേഴ്സ് ഉണ്ടെങ്കിൽ ദേ വിൽ സപ്ലൈ ഇലക്ട്രോൺസ് ടു ദി സിസ്റ്റം. ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് സപ്ലൈ ചെയ്യൂല, ഇലക്ട്രോൺസിനെ കൊടുക്കും. അപ്പോൾ നോക്കൂ, ഇത് ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് കൊടുത്തപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, ഇതിന് പ്ലസ് ചാർജ് വന്നു. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ മൈനസ് ചാർജ് അവിടെ ഡെവലപ്പ് ചെയ്തു. ദെൻ ഈ മൈനസ് ചാർജ് ഇങ്ങോട്ടേക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യും? ഈ മൈനസ് ചാർജ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോണാണ് അല്ലേ. ആ 2 ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെ പുതിയൊരു ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ബോണ്ട് ഇങ്ങോട്ടേക്ക് അപ്പോൾ എങ്ങനെ ചാർജിൽ നിന്ന് മൈനസിൽ നിന്ന് ബോണ്ടിലേക്ക്, ബോണ്ടിൽ നിന്ന് ആറ്റത്തിലേക്ക്, അങ്ങനെ വരിക. മൈനസ് ചാർജിൽ നിന്ന് ബോണ്ടിലേക്ക്, ബോണ്ടിൽ നിന്ന് ആറ്റത്തിലേക്ക്, മൈനസ് ചാർജിൽ നിന്ന് ബോണ്ടിലേക്ക്, ബോണ്ടിൽ നിന്ന് ആറ്റത്തിലേക്ക്, എന്നിട്ട് നമുക്ക് NH2 കിട്ടും. അപ്പോൾ നോക്കൂ, NH2 ഉണ്ടെങ്കിൽ NH2 ഇലക്ട്രോൺസിനെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഇലക്ട്രോഫൈൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ നോക്കൂ, ഇവിടെ ഓൾറെഡി 6 ഇലക്ട്രോൺസ് ഉണ്ട്. പിന്നെ നോക്കൂ, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ. ഈ സെൻറ്ററുകളിലൊക്കെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോഫൈലിന് കൂടുതൽ സന്തോഷമായി. കാരണം വെറും ബെൻസീൻ്റെ അടുത്ത് അങ്ങനെ ഒരു നെഗറ്റീവ് ചാർജ് ഒന്നുമില്ല. പക്ഷേ അനിലിൻ, അതായത് NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തപ്പോൾ കണ്ടു കുറച്ച് സെൻറ്ററുകളിലൊക്കെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ബെൻസീൻ്റെ അടുത്തേക്കാണോ പോവുക അതോ അനിലിൻ്റെ അടുത്തേക്കാണോ പോവുക? E+ വിൽ പ്രിഫർ ടു ജോയിൻ വിത്ത് അനിലിൻ. ഈ കോമ്പൗണ്ട് പേര് അനിലിൻ ആണ് NH2 ഉള്ളത്. അതായത് +M എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകൾ എന്താ ചെയ്യുന്നത്? ദാറ്റ് വിൽ ആക്ടിവേറ്റ് ബെൻസീൻ റിംഗ് ടുവാർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സോ ഇവരെ നമ്മൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്നാണ് പറയുക. അപ്പോൾ +R ഓർ +M എഫക്റ്റ് കാണിക്കുന്നവരെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഈ ബെൻസീൻ റിങ്ങിൽ നെഗറ്റീവ് ചാർജുകൾ വരുന്നു. അപ്പോൾ ഇലക്ട്രോഫൈലിന് കൂടുതൽ ഇഷ്ടമാണ്. ബട്ട് ഗ്രൂപ്പ്സ് ഷോയിങ് -I, -R എന്താ ചെയ്യുന്നത്? ഇവിടുന്ന് സിസ്റ്റത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇലക്ട്രോണിനെ വലിക്കുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഗ്രൂപ്പ്സ് ഷോയിങ് ദാറ്റ് ഇവരെ നമ്മൾ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് പറയും, ഇവരെ നമ്മൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് പറയും. We can check the difference between inductive and mesomeric effect. Inductive effect എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. And mesomeric means pi electron or non-bonded electron displacement, and here occur complete transfer. It requires requirement എന്താണ്? ഒരു പോളാർ ബോണ്ട് ഉണ്ടായിരിക്കണം എന്നാണ്. ഇവിടെയോ ഇറ്റ് റിക്വയേഴ്സ് മൾട്ടിപ്പിൾ ബോണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുള്ളൂ, അതല്ലെങ്കിൽ ഡീലോക്കലൈസേഷൻ നടക്കുള്ളൂ. ഇവിടെയോ ഓൺലി പാർഷ്യൽ ചാർജ് ഡെവലപ്മെൻറ്റ്. ഹിയർ കംപ്ലീറ്റ് ചാർജ് ഉണ്ടായിരിക്കും ത്രൂ ഡീലോക്കലൈസേഷൻ. ഹിയർ സ്ട്രെങ്ത് ഡിക്രീസസ് വിത്ത് നമ്മളൊന്ന് പറഞ്ഞിട്ട് എങ്ങനെ സ്ട്രെങ്ത് ഡിസ്റ്റൻസ് കൂടുന്തോറും ആ ചാർജ് കുറഞ്ഞു വരിക ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെങ്ത് ഡിക്രീസസ് വിത്ത് ഡിസ്റ്റൻസ്. ഹിയർ ഡിസ്റ്റൻസ് ഈസ് നോട്ട് ഡിപ്പെൻഡൻറ്റ്. നോക്കൂ, ഇങ്ങനെ ഡിസ്റ്റൻസിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ. ഇങ്ങനെ ചാർജ് ഇങ്ങനെ ചാടി പോവുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഡിസ്റ്റൻസ് ഡിപ്പെൻഡൻറ്റ്. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡക്റ്റീവ് ആൻഡ് മെസോമെറിക് എഫക്റ്റ്.